ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെണ്ണ ദോശയും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ആലു മസാലയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇങ്ങനെ ഒരു ദോശ കഴിച്ചിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പം കടുക് ഇടുക. അതിനുശേഷം ഇതിലോട്ട് മല്ലി കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇടുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതിടുക. മല്ലിയാണ് ഇതിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഇടണേ, മുഴുമല്ലി. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് കളർ ആവണത് വരെ. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും 1/4 ടീസ്പൂണോളം ഇടുക. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിലോട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് മാഷ് ചെയ്തതാണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ കറിവേപ്പില അവസാനം ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതിങ്ങനെ മുറിച്ചിട്ടിടുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല മണം കിട്ടും. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു ഇത്തിരി നല്ല സ്മൂത്തായിട്ടിരിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ആലു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കാം, ഈ ബട്ടർ ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഇപ്പം. ഇത് ഞാൻ അരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. കാരണം ഒത്തിരി ദോശയുടെ ബാറ്റർ റെസിപ്പീസ് നേരത്തെ ഇട്ടതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല. ഇപ്പം പെട്ടെന്ന് ദോശ ഉണ്ടാക്കേണ്ടവർക്ക് ഓൾറെഡി അറിയാമല്ലോ എങ്ങനെ ദോശമാവ് ഉണ്ടാക്കുന്ന. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ അവസാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം കാണാമല്ലോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ സ്പഞ്ച് ദോശ അല്ലെങ്കിൽ തട്ട് ദോശ പോലെ നമ്മൾ ഒഴിച്ചെടുക്കുക ചെറുതായിട്ട്. അതിനുശേഷം മേളിൽ ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ബട്ടർ ചേർക്കുക. ഈ ബട്ടറാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നൽകുന്ന ഒരു സംഭവം. ബട്ടർ നമ്മൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കണം, എന്ന് വെച്ചാൽ തേച്ച് കൊടുക്കണം. അതുപോലെ എത്ര കൂടുതൽ ഇടുവോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ദോശയ്ക്ക്. അപ്പോൾ ദോശയുടെ 2 സൈഡും വെന്ത് കഴിയുമ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുക. എന്നിട്ട് ഇപ്പം ബട്ടറൊക്കെ ഇട്ട് ബട്ടറൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ആ ഒരു ചൂടിൽ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് ആലു മസാലയുടെ കൂടെ കഴിക്കാം, ഉരുളക്കിഴങ്ങിൻ്റെ മസാലയുടെ കൂടെ കഴിക്കാൻ ശരിക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നി നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഈ ബട്ടറൊക്കെ ഇപ്പം കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ബട്ടർ ഉപയോഗിച്ചിട്ട് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ ഒരു ഇച്ചിരി കൂടുതൽ ബട്ടർ കഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾക്ക് ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയും 2 കപ്പ് പുഴുങ്ങലരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊന്നിയുടെ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ഇപ്പം 4:1 റേഷ്യോയിലാണ് പറയണത് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പം. അഥവാ നിങ്ങൾ മിക്സിയിൽ അരയ്ക്കാനാണ് പ്ലാനെങ്കിൽ 3:1 എന്നുള്ള റേഷ്യോയിൽ വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഉലുവ വേണം, 1 ടീസ്പൂൺ ഉലുവ മതി. ഇത്രയും സാധനങ്ങൾ മതി. ഇനി ഇത് കഴുകിയിട്ട് കുതിർക്കാൻ വയ്ക്കുക ഒരു 4-5 മണിക്കൂർ. അതിനുശേഷം ഗ്രൈൻഡറിൽ അരച്ചെടുക്കുക. ഉഴുന്നിൻ്റെ വെള്ളം ഒഴിക്കാൻ മറക്കരുത്. പിന്നെ ഉഴുന്നും അരിയും തനിയെ അരച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം രാവിലെ നന്നായി പൊളിച്ച് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവിലോട്ട് ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം, കുറച്ചിങ്ങനെ ഒഴുകി വരുന്ന കൺസിസ്റ്റൻസി ആയതിന് ശേഷം നമ്മളിതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് പരത്തണ്ട, ഇത്തിരി കുഞ്ഞതായിട്ട് പരത്തിയിട്ട് ഇതുപോലെ ബബിൾസ് ഒക്കെ വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുക. അതിൻ്റെ കൂടെ ബട്ടറും കൂടെ ഇടുമ്പോഴത്തേക്കും ടേസ്റ്റ് ഇരട്ടിയാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.